ഹലോ, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പം ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പെണ്ണാണല്ലോ അല്ലെങ്കിൽ ഒരു നിക്കാഹോ എന്തോ ഒരു സംഭവമാണെന്ന്. പക്ഷെ പെണ്ണാണലും നിക്കാഹും കൂടെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അവിടെ ഉള്ളത്. അതായത് ഇന്ന് രാവിലെ നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ട് നടന്ന് അതിനുശേഷം ഈ എന്താ പറയാ കുറേ പെണ്ണുങ്ങൾ ചേർന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കൂടെ ബ്രൈഡിനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണാണ്. ബ്രൈഡിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹാളിലേക്ക് അവർ വിളിച്ചിട്ട് നമ്മൾ എത്തിക്കുകയാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രൂം ആദ്യമായിട്ട് കാണല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഗ്രൂമും ഫാമിലിയൊക്കെ ആദ്യം കണ്ട് ഫിക്സ് ചെയ്തിട്ടാണല്ലോ നിക്കാഹൊക്കെ നടക്കുന്നത്. അപ്പം ഈ എന്താ പറയുക ബാക്കിയുള്ള ബന്ധുക്കളും പിന്നെ നാട്ടുകാരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു കാണലിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോയിട്ടുള്ളത് കേട്ടോ. അത് മാത്രമല്ല ഇന്ന് രാവിലെ നിക്കാഹ് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന്റെ മഹറൊക്കെ കെട്ടുക ഇപ്പോഴാണ്. ഇപ്പൊ ഗ്രൂമും വന്നിട്ട് നമ്മളെ കൂടെ ഓരോ ഗ്രൂമും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിക്കാഹിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. അതായത് ഒന്ന് നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളുടെ നിക്കാഹാണ്. രണ്ടാമത്തത് ഈ ഗ്രൂം ബ്രൈഡിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഹാമ്പറിന്റെ ഫുൾ ഓർഡറും ബൊക്കെയൊക്കെ ഓർഡർ തന്നിട്ടുള്ളത് നമുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രൈഡിന്റെ ഒരു നല്ല അടിപൊളി എൻട്രി ഉണ്ടായിരുന്നു. അതായത് നമ്മളെ സുലൈഖ മൻസിലിലെ മറ്റേ അലങ്കാര പുതുക്കങ്ങൾ എന്ന് പറഞ്ഞ പാട്ടൊക്കെ നല്ല ഹൈ വോളിയത്തിൽ ഇങ്ങനെ ആ ഹോളിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ച് പാടിച്ചും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും കാണുമ്പോൾ നല്ല ഫീൽ ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആ പാട്ടിന് നല്ല ഫീൽ ആണെങ്കിൽ എന്റെ കല്യാണമൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. അങ്ങനെ ഒരു സ്റ്റേജ് മേലൊക്കെ എത്തി. പിന്നെ ബ്രൈഡിന്റെ ഉപ്പ ഗ്രൂമിന്റെ കയ്യിൽ ബ്രൈഡിനെ പിടിച്ച് ഏൽപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള എന്താ പറയാ ചടങ്ങുകൾ. അതായത് ബൊക്ക കൊടുത്തു, പിന്നെ മഹറൊക്കെ കെട്ടാനുള്ള ആ ഒരു ഏകദേശം, അതായത് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ആൾക്കാരും ഗിഫ്റ്റ് എടുക്കുന്നുണ്ട്. ഫാമിലി മാത്രമല്ല, എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എത്ര ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അത്രയും ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. അതുകൊണ്ട് നമ്മളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റപ്പ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോയി. നേരം വൈകി പോയി കഴിഞ്ഞാൽ സീറ്റ് കിട്ടിയില്ലെങ്കിലോ വിചാരിച്ച് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ മന്തി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. മന്തി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബിരിയാണി കുഴപ്പമില്ല, നല്ലതായിരുന്നു. കുറ്റം പറയുന്ന കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ മന്തി കഴിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ മന്തിയും കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ജനപ്രവാഹമാണ്. അപ്പം അങ്ങോട്ട് അടുക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പം പിന്തിരിഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ അൽ നിക്കാഹന്റെ വിവരങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും. ബൈ.